മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സയ്ക്കായി അമേരിക്കയിൽ പോയതിനെ പരിഹസിക്കുന്നവർക്കുള്ള മറുപടി പണ്ടേ മുതിർന്ന കോൺഗ്രസ് നേതാവും സ്പീക്കറും മന്ത്രിയുമൊക്കെ ആയിരുന്ന ജി കാർത്തികേയന്റെ പത്നി ഡോക്ടർ എം.ടി. സുലേഖ നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യ തവണ ചികിത്സയ്ക്കായി പോയ സമയത്ത് അദ്ദേഹത്തെ പിന്തുണച്ച് എം.ടി. സുലേഖ ഫേസ്ബുക്കിലിട്ട പോസ്റ്റ് രോഗാവസ്ഥയിൽ പോലും മനുഷ്യത്വരഹിതമായ ആരോപണങ്ങളുമായി വരുന്ന സ്വന്തം പാർട്ടിക്കാർക്ക് തന്നെയുള്ള മറുപടിയാണ്. എം.ടി. സുലേഖ അന്നിട്ട പോസ്റ്റ് ഇങ്ങനെ: നമ്മുടെ മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി വിദേശത്ത് പോകുന്ന കാര്യം ഓൺലൈൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടപ്പോൾ ഞാൻ ഓർത്തത് ചികിത്സയ്ക്കായി GKയോടൊപ്പം പോയ യാത്രയാണ്. 18-20 മണിക്കൂർ യാത്ര ചെയ്തു. ചിക്കാഗോ വഴി മിനിസോട്ടയിലെത്തിയ ഞങ്ങൾ ദൈവം തന്ന ഈ കരളും കൊണ്ട് 10 കൊല്ലം കൂടിയെങ്കിലും സുഖമായി ജീവിക്കാനാകും എന്ന വിശ്വാസത്തെ പിടിച്ചുകുലുക്കിക്കൊണ്ടാണ് നടന്നത്. രോഗത്തിൻ്റെ പീഡകൾ പിടിമുറുക്കിയപ്പോൾ ഉമ്മൻചാണ്ടി സാറും രമേശും മറ്റും നിർബന്ധിച്ചപ്പോൾ മയോ ക്ലിനിക്കിലേക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രയിൽ സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കാനുള്ള അനൗൺസ്മെൻറ്റുകൾക്കിടയിൽ പോലും ഒരാൾ ടോയ്ലറ്റിനകത്തും കാവലായി ഞാൻ പുറത്തും. വിമാന ജോലിക്കാർ പോലും അവസ്ഥയറിഞ്ഞു സഹായിക്കുന്നു. മയോ ക്ലിനിക്കിലെ ക്യാൻസർ രോഗ വിദഗ്ധൻ, വൈദ്യശാസ്ത്രം ഇതിൻ്റെ ചികിത്സയ്ക്ക് ഒന്നാമൻ എന്ന് അംഗീകരിച്ച ഡോക്ടർ പീറ്റർ കാമത്ത് രോഗാവസ്ഥയെക്കുറിച്ച് വിശദീകരിച്ചു. രക്ഷിക്കാനാവില്ല എന്ന് ഭംഗ്യന്തരേണ പറയുമ്പോൾ ഒരു ക്ഷോഭവും കാണിക്കാതെ എനിക്കിനി എത്ര കാലം ജീവിക്കാനാവുമെന്ന് ചോദിച്ച രോഗി. ആകാശത്തേക്ക് നോക്കി കൈമലർത്തിയ ഡോക്ടറോട് തിടുക്കത്തിൽ യാത്ര പറഞ്ഞിറങ്ങവേ, നീ പേടിക്കേണ്ട, ഇതിങ്ങനെ കുറേ കാലം ഓടിക്കോളുമെന്ന് എന്നെ സമാധാനിപ്പിക്കുമ്പോൾ ആ ആത്മവിശ്വാസത്തെ ഹൃദയത്തിലെടുത്ത് ഞാനും. തിരുവനന്തപുരത്തെത്തി ഒന്നും വരില്ല എന്ന് പരസ്പരം പറഞ്ഞു. വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചിട്ടും തോറ്റിരിക്കവേ ഓഫീസിൽ വിവരാവകാശ നിയമം വഴി എത്തിയ ചോദ്യങ്ങളുമായി ഓഫീസ് സ്റ്റാഫ്. ചോദ്യത്തിൽ ഏതാനെണ്ണം ഞാൻ പങ്കുവെക്കുന്നു. സ്പീക്കർ ചികിത്സയ്ക്ക് പോയപ്പോൾ ആരൊക്കെ കൂടെ പോയി? എത്ര ദിവസം ചികിത്സ നടത്തി? ഏതൊക്കെ ആശുപത്രികളിൽ ഏത് ഡോക്ടറാണ് വിദേശ ചികിത്സ വേണമെന്ന് പറഞ്ഞത്? പോയപ്പോഴും തിരിച്ചു വന്നപ്പോഴും ഇവർ ഇതൊക്കെ രാജ്യങ്ങൾ സന്ദർശിച്ചു. ഈ ചികിത്സയ്ക്ക് ഇവിടെ ആശുപത്രികളില്ലേ? സ്പീക്കർക്ക് വിദേശ ചികിത്സ ആവശ്യമാണെന്ന് പറയാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റ് തലവന് അധികാരമുണ്ടോ? മരുന്നായി ഡോക്ടറുടെ കൈപ്പിടിയിൽ എഴുതിയ ഒരു അനാസിൻ ഗുളികയുടെ പ്രിസ്ക്രിപ്ഷൻ പോലും കിട്ടാൻ ഭാഗ്യമില്ലാത്തവനോടാണ് ചോദ്യം. ചോദ്യകർത്താവ് തിരുവനന്തപുരം ജില്ലയിലെ ഒരു മുഴുത്ത പരിസ്ഥിതിവാദി. അനുഭവത്തിൻ്റെ ചൂടിൽ ഞാൻ അങ്ങയെ ഓർമ്മിപ്പിക്കുന്നു. യാത്രയെയും ചികിത്സയെയും സംബന്ധിക്കുന്ന ചോദ്യങ്ങളും തയ്യാറാക്കി അങ്ങയുടെ വരവും കാത്തിരിക്കുന്ന സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ദേശഭക്തർ ഇവിടെയുണ്ട്. മയോ ക്ലിനിക്കിലേക്ക് കയറും വഴി കുടിക്കുന്ന വെള്ളത്തിൻ്റെ കുപ്പിയുടെ കണക്ക് വരെ എഴുതി സൂക്ഷിക്കുക. പിന്നീട് കണക്ക് കൊടുക്കേണ്ടി വരും. ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും അങ്ങ് തിരികെ വരാൻ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു.